നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് ഒരു നാൾ. അതായത് താൻ ബ്രഹ്മചാരി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കാമുകി ഉണ്ടായിരിക്കാമെന്നാണ് അതിനർത്ഥം. ബ്രഹ്മചാരി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാജ്പേയിക്ക് പോലും. പക്ഷെ അതിനെപ്പറ്റി ആരും തിരയാനും ചെകഞ്ഞു നോക്കാനൊന്നും പോയിട്ടില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ള കിംവദന്തികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തായാലും അത് ആരും അറിയാതെ പോയി. അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ ലോക നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. അതിലിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ ഇടയ്ക്ക് കേട്ടൊരു കാര്യമാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ കാമുകി അലീന കബേവ എന്ന് പറയുന്ന സ്ത്രീ, അതായത് പുടിൻ വൈഫിനെ, സ്വന്തം ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കാണപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവരെ ഒളിച്ച് താമസിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇവർ 2 ആൺകുട്ടികളുടെ ഇവരിൽ പുടിനുണ്ടെന്ന് പറയുന്നു. ഇവരെ ഒളിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഒരുപാട് 981 കോടി ആസ്തി ഇവർക്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ റഷ്യയിലെ ഭരണകൂടത്തിൽ ഇവർക്ക് അതത് സ്ഥാനങ്ങളും പിന്നെ ഈ പറയുന്ന ഒരുപാട് സ്ഥാപനങ്ങളിലെ ഹെഡുമാണ്. ഇത്തരത്തിൽ ഒരു പ്രിവിലേജസ് ഒക്കെ ഇവർ അനുഭവിച്ച് പോകുമ്പോഴും ഇവരൊരു ബന്ധന കാഞ്ചന കൂട്ടിലാണോ എന്നുള്ള ചോദ്യം ഉണ്ട്. ഒന്ന്, കാരണം അവർക്ക് മറ്റേത് സ്ത്രീകളെയും പോലെ ഉള്ള ആഗ്രഹങ്ങൾ അവർക്കും കാണും. കാരണം അതിനൊരിക്കലും സാധ്യമല്ല. നമ്മൾ നേരത്തെ ടോക്കിന് മുന്നേ ചർച്ച ചെയ്തിരുന്നു, കണ്ണാടിക്കൂട്ടിനകത്ത് മക്കളെ വളർത്തേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർ കളിക്കുന്നത് കാണേണ്ട ഒരവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും പിന്നെ ഇതിലൊരു രാഷ്ട്രീയ ആംഗിളും കൂടെ ഇല്ല. അതായത് ഈ ഒരു സ്ത്രീയെ വിദേശ ശക്തികൾക്ക് ഉപയോഗിക്കാം. അവിടെ ഇങ്ങനൊരു സ്ത്രീ വരുമ്പോൾ, അതായത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനൊരു സ്ത്രീയെ ഈ രാജ്യത്തിൻ്റെ ഒരു അകത്തൊരു സ്വാധീനിക്കാൻ വേണ്ടി ഈ ഒരു സ്ത്രീയെ ഉപയോഗിക്കാനുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നില്ലേ? അങ്ങനെ സാധ്യത ഈ കേസിൽ നേരെ മറിച്ചാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ റഷ്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാമുകി ഒരു അദൃശ്യമായ സംഗതിയല്ല. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ മിക്കവർക്കും കാമുകിമാരുണ്ടായിരുന്നുവെന്നും ധാരാളം മാർക്സ് എംഗൽസ് തൊട്ടുള്ളവർക്ക് വരെ അത്തരം കാമുകിമാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റഷ്യൻ രാഷ്ട്രീയത്തിൽ കാമുകി ഒരു പുതിയ സംഗതിയല്ല. പക്ഷെ അത് തീവ്രമായ പ്രണയത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് കാമുകിമാരെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കലാപത്തിന് ഒരാൾ തീവ്രമായ സമരത്തിലേക്കും യുദ്ധത്തിലേക്കും പോകുമ്പോൾ അവനെ പിരിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടി നിന്നോടൊപ്പം യുദ്ധം ചെയ്ത് മരിക്കും, നിന്നോടൊപ്പം പൊരുതി മരിക്കും, ഞാനും കൂടി സമരമുഖത്തേക്കുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാമുകി ബന്ധമായിരുന്നില്ല ഇത്. ഇപ്പോൾ പുടിൻ്റെ കേസിൽ വന്നത്, ഇദ്ദേഹം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബന്ധം പുറത്തു വന്നതാണ്. റഷ്യയിലെ വിഖ്യാതമായ ഒരു ടാബ്ലോയിഡ് ആ വിവരം പുറത്തു വന്നതാണ്. അവരുടെ ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് ഈ അലീനയുമായുള്ള ബന്ധം, അലീന കബയേവ എന്ന റഷ്യൻ സുന്ദരിയുമായുള്ള ബന്ധം അവിടുത്തെ വിഖ്യാതമായ റഷ്യൻ ടാബ്ലറ്റ് പുറത്തുവിട്ടതാണ്. ആ പുറത്തുവിട്ടതിൻ്റെ പിറ്റേന്ന് ആ പത്രം പൂട്ടിച്ചു. തീർച്ചയായിട്ടും ഭരണകൂടത്തിനെതിരായിട്ടാണല്ലോ. ഇപ്പോൾ പുടിൻ എന്നല്ല, ശരിയായ ഉച്ചാരണം പുടിനാണ്. അപ്പോൾ പുടിൻ്റെ കാമുകിയെ സൂചിപ്പിക്കുന്ന ഒരു വാർത്ത വന്നാൽ റഷ്യയെപ്പോലൊരു രാജ്യത്ത് ആ പത്രം പിന്നെ നിലനിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ അന്ന് മുതലുണ്ടായൊരു ഗുണം, ആ പത്രം പൂട്ടിപ്പോയെങ്കിലും, അങ്ങനെയാണല്ലോ ഈ മാധ്യമപ്രവർത്തനം. അങ്ങനെയാണ് ഒരു കാര്യം ധർമ്മം നിർവഹിച്ചിട്ട് പിന്നെ പൂട്ടിപ്പോയ ഒരു കുഴപ്പമില്ല. സ്വദേശാഭിമാനി പൂട്ടിപ്പോകാനുള്ള പത്രമാണ്, പക്ഷെ അത് അതിൻ്റെ ധർമ്മം നിർവഹിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അന്ന് മുതൽ ഇത് പുറത്തു വന്നു ഈ വിവരം. പക്ഷെ അവർ നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. ഇപ്പം നീ പറഞ്ഞ ഒരു സംശയം ന്യായമാണ്. ഇപ്പോൾ ഈ റഷ്യൻ ഭരണകൂടത്തിൽ, അതും വ്ളാദിമിർ പുടിനെ പോലെ ഒരു ശക്തനായ ഭരണാധികാരിയുടെ ജീവിതത്തിൽ രഹസ്യമായിട്ടാണെങ്കിലും വമ്പിച്ച സ്വാധീനമുള്ള ഒരാൾ അവർ വേണമെങ്കിൽ ആ ഭരണകൂടത്തിനെതിരായി എതിരാളികൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നൊരു ചോദ്യം വരാമല്ലോ. എതിരാളികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചാരപ്പണിക്കൊക്കെ അവരെ ചുമതലപ്പെടുത്തിക്കൂടെ? പക്ഷെ അങ്ങനെ അല്ല, മറിച്ചാണ് ചിത്രം. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഒന്ന്, കാരണം ഈ പുടിൻ്റെ ഭരണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പാദിച്ചത് അവരാണ്. മറിച്ച് പറഞ്ഞാൽ പുടിൻ്റെ ബിനാമിയും അവരാണ്. പലപ്പോഴും അവരും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ പേരിലാണ് കോടാനുകോടിയുടെ സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടി ബില്യനെയർ ആയിട്ടുള്ള ലേഡിയാണ്. ശതകോടിയാണ്, 1000 കോടി എന്നൊക്കെ അവർ തന്നെ അവരുടെ ഒരു ഔദ്യോഗിക കണക്ക് പറയുന്നുണ്ട്. അതേസമയത്ത് ലക്ഷക്കണക്കിന് കോടിയാണ് അവരുടെ യഥാർത്ഥ 14 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നോക്കൂ.
അത്രയുമാണ് അവരുടെ ഈ യഥാർത്ഥ ആസ്തി എന്ന് നിരീക്ഷകന്മാരും ഈ പാപ്പരാസികളും ഒക്കെ കണ്ടെത്തി. പറയാത്ത ആസ്തി എത്രയുണ്ട്, ലോകം മുഴുവൻ ഉണ്ട് അവർക്ക്. റഷ്യയിൽ ഏറ്റവും വില കൂടിയതൊക്കെ അവരുടേതാണ്. റഷ്യയിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ കൊട്ടാരത്തിലാണ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലാണ് അവർ താമസിക്കുന്നത്. റഷ്യയിലെ എല്ലാ നഗരങ്ങളിലും അവർക്ക് സ്വത്തുണ്ട്. ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും അവർക്ക് സ്വത്തും അപ്പാർട്ട്മെന്റും എസ്റ്റേറ്റുകളും ഉണ്ട്. അവർക്ക് ഇല്ലാത്തൊന്നുമില്ല. മാത്രമല്ല അവർ ഭരണകൂടത്തിന്റെ ചെലവിലാണ്. ഇപ്പോൾ പുടിനുമായിട്ടുള്ള ബന്ധം ഇന്ന് വരെ അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല. എൻ്റെ കാമുകിയാണെന്നോ ഭാര്യയാണെന്നോ പുടിൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുടിൻ്റെ ഭരണകൂടത്തിൽ അവർക്ക് കിട്ടാത്ത സൗകര്യങ്ങളില്ല. അവിടുത്തെ ഏറ്റവും വലിയ നാഷണൽ മീഡിയ ആയുടെ ചെയർപേഴ്സണാണ് അവർ. എന്ന് പറഞ്ഞാൽ റഷ്യയിലെ അറിയാലോ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അവിടെ പൊതു ഉടമയിൽ മാത്രമേ മാധ്യമ സ്ഥാപനങ്ങളുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള റഷ്യൻ ജനതയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള റഷ്യൻ മാധ്യമങ്ങളുടെ മുഴുവൻ ഉടമസ്ഥാവകാശമുള്ള മീഡിയ ഗ്രൂപ്പിൻ്റെ ചെയർപേഴ്സൺ ഇവരാണ്. മാത്രമല്ല റഷ്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ്, ലോകത്തിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോർട്സ് ജിംനാസ്റ്റിക്സ് ആണ്. അപ്പോൾ റഷ്യൻ ജിംനാസ്റ്റിക്സ് അക്കാഡമിയുടെ ചെയർപേഴ്സൺ ഇവരാണ്. മാത്രമല്ല ഇവർ നടത്തുന്ന അക്കാഡമി മാത്രം മതി അവർക്ക് കോടികൾ സമ്പാദിക്കാൻ. കാരണം ജിംനാസ്റ്റിക്സ് അക്കാഡമി എന്ന് പറഞ്ഞാൽ റഷ്യയിലെ ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അപ്പോൾ സ്പോർട്സിലായാലും ഏത് ഇവര് പിന്നെ മന്ത്രിസഭയിലുണ്ടോ അങ്ങനെ എന്തോ? മന്ത്രിസഭയിൽ അവരുടെ ഒരു ഡെപ്യൂട്ടി ആയിട്ട് അവര് പിന്നെ ഇവരുടെ പാർട്ടിയിലുണ്ട്. അതെ, പാർട്ടിയിലുണ്ട്. പുച്ചിന്റെ പാർട്ടിയിലുണ്ട്. പുച്ചിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടില്ല. മെമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ടാവും, പാർലമെന്റ് അംഗമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാ സ്വാധീനവും അവർക്കുണ്ട്. അപ്പോഴും അവർ കാണാമറയത്താണ്. എനിക്ക് തോന്നുന്നു റഷ്യയിലെ ഒരു ഈ പ്രശ്നമുണ്ടല്ലോ, ഒരു സദാചാര ബോധമുണ്ട് അവർക്ക്. അത് കടുത്ത യാഥാസ്ഥിതികവാദികളാണ് അവർക്ക്. അതുകൊണ്ടായിരിക്കണം പുച്ചിൻ ഇവരെ പരസ്യമായി എൻഡോസ് ചെയ്യാത്തത്, എൻ്റെ ഭാര്യയാണെന്ന് പറയാത്തത്. അവരും പറഞ്ഞിട്ടില്ല, പുച്ചിനും പറഞ്ഞിട്ടില്ല. പക്ഷേ ആളുകൾക്കൊക്കെ അറിയാം. ആളുകൾ ഇന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് പുച്ചിൻ. മാത്രമല്ല അവർക്ക് 2 മക്കളുണ്ട്. ഈ അലീനയുടെ 2 മക്കളെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറയുന്ന ഒരു അപവാദം എന്താണെന്ന് വെച്ചാൽ, കണ്ട ആ പുച്ചിൻ തന്നെയല്ലേ, നമ്മൾ പറയില്ലേ വാർത്ത് വെച്ചതുപോലെ ഉണ്ട് എന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് 2 മക്കളെ കുറിച്ച്. പക്ഷെ ആ മക്കൾക്ക് അസ്വാതന്ത്ര്യമുണ്ട് വലിയ തോതിൽ. അവർക്ക് പുറത്തിറങ്ങാൻ അവകാശമില്ല. അത് ഒന്നാമത് 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, പുച്ചിൻ ഇവൻ ആരാണ് എന്ന അന്വേഷണം നടത്തും ആളുകൾ, അവരെ പൊതുജനത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവരും. വേറൊന്ന്, അവരുടെ സുരക്ഷാ ഭീഷണി. പുച്ചിന്റെ മക്കളാണെങ്കിൽ തട്ടിപ്പോകാനോ സാധ്യതയുണ്ട്. അല്ല, അതാണ് ഇപ്പൊ അവരുടെ ഒരു ജീവിതം നമ്മൾ നോക്കി കഴിഞ്ഞവർക്ക്, ഈ അമ്മയ്ക്കും 2 കുട്ടികൾക്കും ഡെയിലി സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും. ഇവർക്ക് എവിടെ പോകണം, എന്തെല്ലാം. ഇവിടെ സീക്രട്ട് സർവീസ് മറ്റേ ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെ. KGB എന്നൊക്കെ പറയും പോലെ പണ്ട് റഷ്യയിൽ എന്നോ അതുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് കനത്ത സുരക്ഷയുണ്ട്. അല്ലെങ്കിൽ അവരൊക്കെ എന്നോ. കാരണം പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ല. ഈ അലീനെ ഉപയോഗിച്ചിട്ട് റഷ്യൻ ഭരണകൂടത്തെയും പുച്ചിനെയും വകവരുത്തി കളയാമെന്നോ അല്ലെങ്കിൽ ശരിപ്പെടുത്തി കളയാമെന്നോ അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താമെന്നോ ആണല്ലോ സത്യത്തിൽ പുറം ലോകം ചിന്തിക്കേണ്ടത്. അവർ ആ ചിന്ത ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം പുച്ചിന്റെ പവർ ഇവരാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഓരോ പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അത് ഭാര്യമാർ പൊതുവെ അവകാശപ്പെടും. ഭാര്യ ആവണമെന്നില്ല, അത് കാമുകിയായാലും മതി. അപ്പോൾ ഈ പുച്ചിന്റെ പിന്നിലെ സഹോദരിയും അമ്മയായാലും മതി, ആരായാലും മതി, ഒരു ലേഡി മതിയല്ലോ. അപ്പോൾ പുച്ചിന്റെ പിന്നിലെ ശക്തി, യഥാർത്ഥ ശക്തി ഇവരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പുച്ചിനില്ലാത്ത വിലക്ക് ഇവർക്കുണ്ട്. അമേരിക്ക ആദ്യമായി ഇവരെ വിലക്കി എന്ന് വെച്ചാൽ ഉപരോധമാണ്. ഇവർക്ക് യാത്ര ചെയ്യാൻ പാടില്ല, അവർക്ക് അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, അവർക്ക് വിസ കൊടുക്കില്ല. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരെ ബ്രിട്ടൻ മുടക്കി, ഓസ്ട്രേലിയ മുടക്കി, കാനഡ മുടക്കി, യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം മുടക്കി. ഇപ്പോൾ അന്ന് ആലോചിച്ചു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഇവരാണ് യഥാർത്ഥത്തിൽ. ഇവർ ചെന്നാൽ, പുച്ചിൻ ചെന്ന അത്ര അപകടമില്ല, ഇവർ ചെന്നാൽ സൂക്ഷിക്കണമെന്നാണ്. ഒന്നുകിൽ റഷ്യക്ക് വേണ്ടി അല്ലെങ്കിൽ പുച്ചിന് വേണ്ടി അവിടെ എന്തെങ്കിലും ഇടപാട് നടത്താനാണ് ഇവർ ചെല്ലുന്നത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരാളെ കണ്ടാൽ സൂക്ഷിക്കണം, അവൻ തിരിച്ചു പോകുമ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുന്നു പറയില്ലേ. അങ്ങനെ ഇവർ ചെല്ലുന്നിടത്തൊക്കെ ലോകരാജ്യങ്ങൾ സദാചാരപരമായിട്ടുള്ള ഒരു ഇതല്ല, അല്ലല്ലല്ല, സ്വത്താണ്. സദാചാരത്തിനിപ്പോ എനിക്ക് തോന്നുന്നത് പുച്ചിന്റെ കാമുകിക്ക് വേറെ അത് ആ തരത്തിൽ ഒരു ഫ്രീഡം ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ഒരു ബോയ് ഫ്രണ്ട് ആയി പുച്ചിനെ പോലെ ഒരു അങ്ങനെ ഒരാളുണ്ടല്ലോ, വലിയ ഹൈ പ്രൊഫൈലുള്ള ഒരാളുള്ളപ്പോൾ മറ്റൊന്നിന് അവരാവശ്യം. അതേസമയത്ത് അവർക്ക് വേണ്ടത് സമ്പാദ്യവും ആഡംബര ജീവിതവുമാണ്. അവരുടെ ഡ്രസ്സിൻ്റെയൊക്കെ വില പറയുന്നുണ്ട്. അവർ അണിയുന്ന വേഷവിധാനത്തിൻ്റെയൊക്കെ വില, അവരണിയുന്ന ഷൂസിൻ്റെ വില. ലോകത്തിൽ ഏറ്റവും വലിയ ആർഭാട ജീവിതം നയിക്കുന്നു ആര്? ഒരു രാഷ്ട്രത്തലവന്റെ കാമുകിയായ ഒരാൾ. അവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരി. അവർ ബിസിനസ്സുകാരിയാണോ? അല്ല.
ഒരു ഭരണകൂടത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ഭരണാധിപൻ്റെ കൂട്ടാളിയായി രഹസ്യ കാമുകിയായി നിന്നുകൊണ്ടാണ് ഇതൊക്കെ സമ്പാദിച്ചത്. അതാണ് ഇതിൻ്റെ കാര്യം. റഷ്യയിൽ ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു തമാശ തോന്നുന്നത്, റഷ്യയിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1900-ത്തിനൊക്കെ തുടക്കത്തിൽ 1915-ലോ 16-ലോ മരിച്ചുപോയ ഒരാളുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയാവുന്ന ഒരാൾ, റാസ്പുട്ടിൻ എന്നാണ് അയാളുടെ പേര്. അറിയാം, പാട്ടൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, അദ്ദേഹത്തെ കുറിച്ചൊരു പാട്ടുണ്ട്, റാസ്പുട്ടിൻ ആരായിരുന്നു അറിയാവോ? ഒരു രാജാവിൻ്റെ, അന്നത്തെ നിക്കോളാസ് ചക്രവർത്തിയുടെ മഹാറാണിയുടെ കാമുകനായിരുന്നു. ആത്മീയം എന്നൊക്കെയാണ് പേര്. അല്ല, ആത്മീയാചാര്യൻ എന്നായിട്ടാണ് റാസ്പുട്ടിനെ പൊതുവെ പറയുന്നത്. അതിപ്പോ രാജ്ഞിയുടെ കാമുകനായിരുന്നു. രാജ്ഞിയുടെ കാമുകനായിരുന്നു. അതുകൊണ്ട് ഈ നിക്കോളാസ് രാജാവിന്റെ കാലത്ത് ഭരണം നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ കാമുകിയെ വെച്ച് ഇദ്ദേഹമാണ്, റാസ്പുട്ടിനാണ്. അവിടുന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് 1915-ലോ 16-ലോ അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങളൊക്കെ പണ്ട് റാസ്പുട്ടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ഇപ്പോൾ റാസ്പുട്ടിൻ്റെ സ്ത്രീരൂപം അവതരിക്കുകയാണ്. അന്ന് മഹാരാജാവിനെ സ്വാധീനിച്ചിരുന്നത് ഭാര്യയിലൂടെ ഭാര്യയുടെ കാമുകനായിരുന്നെങ്കിൽ ഇപ്പോൾ പുച്ചിനെ സ്വാധീനിക്കുന്നത് നേരിട്ട് കാമുകിയായിട്ട് വന്നിട്ട് അവതരിച്ചിട്ടാണ്. അന്ന് ഒരു ആണിൻ്റെ, ഒരു പുരുഷൻ്റെ കാമലീലകളാണ് റഷ്യൻ കൊട്ടാരത്തെ വിറപ്പിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു സ്ത്രീയുടെ നീലക്കഥകൾ, കോടീശ്വരിയായി വളരുന്ന ഒരു ഞെട്ടിക്കുന്ന കഥ റഷ്യയെ വിസ്മയിപ്പിക്കുന്നു എന്നതാണ് പുതിയ കാലത്ത് അലീന കബയേവ അല്ലേ, അവരുടെ ജീവിതം പറയുന്നത്. എന്തായാലും ചരിത്രത്തിലെ വലിയൊരു കൗതുകമായി ഞെട്ടിക്കുന്ന കഥയാണ്. കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ടത് ഇതൊക്കെ നടക്കുന്നത് റഷ്യയിലാണ്, അതുകൂടി ഓർക്കണം. റഷ്യ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ചരിത്രത്തിൽ തൊഴിലാളികൾക്ക് ഉള്ളത് മുഴുവൻ പൊതു ഉടമയിൽ സ്വത്തില്ല, വ്യക്തിപരമായ സ്വകാര്യ സ്വത്ത് പാടില്ല, ഉള്ളത് മുഴുവനും രാജ്യത്തിൻ്റേതാണ്, ഉള്ളത് പട്ടിണി പാവങ്ങൾക്കുള്ളതാണ്. ഇന്ന് റഷ്യക്കാർ പട്ടിണി കിടക്കുകയും റഷ്യൻ പെൺകുട്ടികൾ ലോകം മുഴുവൻ നടന്ന് ഈ മാംസ മാർക്കറ്റുകളിൽ ഏറ്റവും വില കൂടിയ വേശ്യകളായി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്താണ്. ദാരിദ്ര്യം കൊണ്ട് റഷ്യ വീർപ്പ് മുട്ടുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സ്വത്ത് മുഴുവൻ കുന്നുകൂട്ടി വാരിക്കൂട്ടി നമ്മുടെ റഷ്യൻ ഭരണാധികാരിയുടെ കാമുകി വാഴുന്നത് എന്ന് ഓർക്കുന്നത്. ഇതുകൂടി ഓർക്കുമ്പോഴാണ് ഈ ചിത്രത്തിലെ കൗതുകം പൂർണ്ണമാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.